ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഷ്രിംപ് ഫ്രൈ ആണ്. ഓക്കെ, അതിനായിട്ട് ഷ്രിംപ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. ഇതൊരു 350 ഗ്രാം ഷ്രിംപ് ഉണ്ട്. ഒരു കപ്പ് ഞാനിങ്ങനെ ഓണിയൻ മീൻസ് പേൾ ഓണിയൻ. ഓക്കെ, ഇങ്ങനെ തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അതേ സെയിം വേ തന്നെ ഗാർലിക്കും ജിഞ്ചറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗാർലിക്ക് ആണെങ്കിൽ 4 ചെറിയ ഗാർലിക്ക് എടുക്കുക, ചെറുതാണെങ്കിൽ 4 എടുക്കുക. ഓക്കെ, പിന്നെ നല്ലൊരു കഷ്ണം ജിഞ്ചർ എടുക്കാം. ഓക്കെ, പിന്നെ ഒരു 3 ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ലീഫ് എടുത്ത് വെച്ചു. പിന്നെ ഒരു 1/4 കപ്പ് സ്ലൈസ്ഡ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ. 1/2 ടീസ്പൂൺ പെപ്പർ പൊടിച്ചതുണ്ട്. 1 ടീസ്പൂൺ ടർമറിക് പൗഡർ എടുത്ത് വെച്ചു. പിന്നെ ആവശ്യത്തിന് സാൾട്ട്, കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഷ്രിംപിനെ ഒന്നും ഒത്തിരി വേവിക്കില്ല, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും വേവിക്കണമെന്നില്ല. ഓക്കെ, എല്ലാം ജസ്റ്റ് 2 മിനിറ്റ് വെക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഷ്രിംപ് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്, ഞാൻ 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ടർമറിക് പൗഡറും പിന്നെ ആവശ്യത്തിന് സാൾട്ടും ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട് കേട്ടോ, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കില്ല. 1 മിനിറ്റ് ഒന്നിങ്ങനെ വെക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇന്നപ്പം ഡ്രെയിൻ ചെയ്ത് പോയിട്ടുണ്ടാവും. 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഓക്കെ, ഉപ്പിട്ട് വെച്ചു. അത് തന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, പിന്നെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചെടുക്കും കേട്ടോ. അതിങ്ങനെ പച്ചയായിട്ട് ഇരിക്കണമുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നില്ല സ്ലൈസ്ഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, സ്ലൈസ്ഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, ഈ ഷ്രിംപിനെല്ലാം കൂടി ഒരു 10 മിനിറ്റിൽ താഴെ മതി വേവുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ശരിപ്പം നമ്മളങ്ങനെ സ്ലൈസ്ഡ് കോക്കനട്ട് ഇട്ടിട്ട് 2 മിനിറ്റ് ആയിട്ട് അത് മതി. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുക്കുക. ഓക്കെ, അതൊരു മിനിറ്റ് നമുക്ക് നന്നായി കഴിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഓണിയനും ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടി 1 മിനിറ്റ് കഴിച്ചിടുക. ഈ ഓണിയൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം വേഗത്തിലത് അത് കഴിഞ്ഞ് പിന്നെ എടുത്ത് വെച്ച് നമ്മൾ ചില്ലി പൗഡർ 2 ടീസ്പൂൺ അത് ഇടുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഞാൻ പറയുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് വഴറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം മുളക് പൊടി ഇട്ടപ്പോൾ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അതിട്ടു നമുക്ക് മുളക് പൊടിയെല്ലാം ഒന്ന് 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇവിടെ വഴറ്റി കഴിഞ്ഞാൽ എടുത്ത് പെപ്പറില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ശരിക്കും പറയാൻ ഞാൻ ഈ മസാലയില്ലേ വറുത്ത് പൊടിച്ചിടാനിരുന്നത്, പക്ഷേ എനിക്ക് തോന്നുന്നു മസാല ഇട്ടില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഇട്ടതിന്. ഇപ്പോൾ ഞാൻ ഇരിക്കണം മസാല ഇടാതെ ഉണ്ടാക്കി നോക്കിയാലോ അല്ലേ, നല്ലതായിരിക്കും. നന്നായിട്ടുണ്ട് കേട്ടോ മസാല ഇട്ടില്ലെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ മസാല ഇട്ടിട്ടില്ല. ഓക്കെ, പെപ്പറും എന്താ പറയുന്നത്
മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടൊരു 3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇപ്പം ലാസ്റ്റ് നമ്മൾ ആ കറി ലീഫ് ഇട്ടിട്ടൊരു 2 മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഓക്കെ, നന്നായിട്ട് തന്നെ ഷ്രിമ്പ് അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നുമില്ല. ഓക്കെ, ഇതേപോലെ ഇരിക്കണം ഷ്രിമ്പൊക്കെ. 2 മിനിറ്റ് കറി ലീഫ് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ, നമുക്ക് നന്നായിട്ടിരിക്കുന്നില്ല, ജ്യൂസി ആയിട്ട് ഇരിക്കുന്നത് ഷ്രിമ്പ് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് തന്നെ ഉണ്ടാവും. അപ്പം അതിനകത്ത് ഞാൻ വെള്ളമൊന്നും ഒട്ടും വെച്ചിട്ടില്ല. എന്താ പറയുക, ഷ്രിമ്പിൽ നിന്ന് ഇറങ്ങിയ വെള്ളമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ഉണിയനൊക്കെ ഇട്ട് വഴറ്റില്ല, അതെല്ലാം ഉണ്ടാവും. ഒത്തിരി എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടുമില്ല, പക്ഷെ നന്നായിട്ടിരിക്കണം. നമുക്ക് നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഷ്രിമ്പ് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കണം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ. ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി റെസിപ്പി കേട്ടോ. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. അത് ഷ്രിമ്പ് നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കത്തില്ലേ, അതേപോലെ ഇരിക്കണം നല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റെസിപ്പിയൊക്കെ. ഇതേപോലെ വേഗത്തിൽ ഉണ്ടാക്കാം, ടപ്പെന്നായി. അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയാണ് ഷ്രിമ്പ്. ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കുന്നത് കണ്ടോ. നമുക്ക് അടിപൊളി അല്ലേ, നന്നായിട്ടുണ്ട്. ആവശ്യത്തിന് വെന്ത് നോക്ക്. അടിപൊളി, കറക്റ്റ് വേവ് കേട്ടോ ആ ഷ്രിമ്പിന്. കണ്ടോ, നമ്മൾ ചുമ്മാതെ ഷ്രിമ്പ് ഇങ്ങനെ വേവിച്ച് കുളവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഷ്രിമ്പ് ഉണ്ടാക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഓരോ പൊടികളും ഷ്രിമ്പിൻ്റെ കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട്. നമുക്ക് നല്ല വെന്ത് ജ്യൂസി ആയിട്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഷ്രിമ്പ് കുക്ക് ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത് ശരിക്കും. ഉണ്ടോ, ഞാൻ 10 മിനിറ്റ്സ് ഇങ്ങനെ ഓരോന്നിടുമ്പോഴും ഷ്രിമ്പ് ഇട്ടിട്ട് ഓരോന്നും എൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയുണ്ട്. അതുകൊണ്ട് നല്ല ജ്യൂസി ഷ്രിമ്പ്. ഫ്രൈ ആവാം, ജ്യൂസ് ചെയ്യാം. നോക്കാം, നല്ല ഇൻസൈഡൊക്കെ ഉണ്ട്, നല്ലപോലെ വെന്ത്, ആവശ്യത്തിന് വെന്ത്. ഓക്കെ, നമുക്ക് നല്ല ജിങ്കി എന്ന് പറഞ്ഞിരിക്കുന്ന ഷ്രിമ്പ്, ഫുൾ ടേസ്റ്റ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും ഇട്ടില്ലല്ലേ, സത്യം പറഞ്ഞാൽ മസാല എടുത്തു വെച്ചതേ ഉള്ളൂ, ഇട്ടില്ല. പക്ഷെ പെപ്പറും ചില്ലി പൗഡറും ടർമറിക്കും എന്താ പറയുക ജിഞ്ചർ ഗാർലിക്കൊക്കെ ഇട്ടപ്പോൾ ഇതിന് അടിപൊളി ടേസ്റ്റ്, അത്രയും തന്നെ ധാരാളം. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.